പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച പകലിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നും ഇനി വരുന്ന ദിവസങ്ങളിലുമൊക്കെ നമ്മൾ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. 4 കാര്യങ്ങൾ. ഈ 4 കാര്യം മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് ഈ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് സ്വീകാര്യമാണ്. ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ 12 അള്ളാഹു തആല വലിയ രൂപത്തിൽ ഖബൂൽ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടാലോ? മഹാനായ അലിയാർ തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ചെറിയൊരു ദുആയുണ്ട്. ഈ ദുആ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഇന്ന് ഒരു മനുഷ്യൻ ഇത് പറഞ്ഞാൽ അത് എന്ന് പറയുന്നോ, വെള്ളിയാഴ്ച എന്നല്ല, എന്നാണോ പറയുന്നത് ആ ദിവസം മുതൽ അടുത്ത ആഴ്ച ആ ദിവസം വരെ, ഇന്ന് വെള്ളിയാഴ്ച ഇന്നോതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അത് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. അവൻ ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല, നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ ഒരു ദുആ പറഞ്ഞാൽ. അപ്പോൾ ആ ദുആ എത്ര പ്രാവശ്യം പറയണം, അതിൻ്റെ അർത്ഥം എന്താണ്, എങ്ങനെ പറയണം, വിശദമായി ഇന്നത്തെ ക്ലാസ്സിലുണ്ട് കേട്ടോ. ഒരു 10 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ എഴുതി വെക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? 10 കാര്യം എഴുതി നമ്മുടെ ഒരു പേപ്പറിൽ എഴുതി നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, മഹത്വങ്ങൾ വളരെ തുച്ഛമായ സമയം മതി. ഒരു വെള്ള പേപ്പറിൽ ഈ 10 കാര്യങ്ങൾ എഴുതി നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചോ എങ്കിൽ എല്ലാ വിധത്തിൽ തൊട്ടും അല്ലാഹു തആല എല്ലാ ആപത്ത്, മുസീബത്ത്, കണ്ണേർ, സിഹർ, അതുപോലെ തന്നെ എന്തെല്ലാം വിപത്തുകൾ വരാനുണ്ടോ എല്ലാത്തിനും തൊട്ടും അല്ലാഹു കാക്കും. അപ്പോൾ ഏതാണ് ആ 10 കാര്യം? എന്തിനാണ് അത് എഴുതി വെക്കേണ്ടത്? എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, മനസ്സറിഞ്ഞ് എല്ലാവരും ഒരു 3 പ്രാവശ്യം ഒരു ഹംദ് പറഞ്ഞേ. അല്ലാഹു തആല നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ തന്നു അല്ലേ? ഏറ്റവും വലിയ അനുഗ്രഹം നമ്മളെ അല്ലാഹു തആല മനുഷ്യനാക്കി സൃഷ്ടിച്ചു, മുസ്ലിമാക്കി. അതോ മുസ്ലിമീങ്ങളിൽ തന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ പെടാൻ സാധിച്ചു. അല്ലാഹു തആല നമ്മളെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ മുകളിലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ അനുഗ്രഹങ്ങളും, റബ്ബ് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയായി ഒരു 3 പ്രാവശ്യം ഹംദ് നമുക്ക് പറയാം. എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഒരുപാട് പേര് നമ്മളോട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ്, ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞൊക്കെ ദുആ വസിയത്ത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ ആളുകളാണ്. ഓരോ വീഡിയോകൾക്ക് താഴെയും 1000-ലധികം ആളുകളാണ് കമൻറ്റ് ദുആ വസിയത്തായി പറയുന്നത്. അല്ലാഹു തആല ആരുടെയൊക്കെ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ എല്ലാം നമ്മുടെ ഈ മജ്ലിസിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ ചൊല്ലുന്ന മൗലിദ് സ്വലാത്തിൻ്റെയൊക്കെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല ശിഫാ നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു എല്ലാം അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചില ആളുകൾ കമൻറ്റിൽ ഇങ്ങനെ വലിയ വിഷമം പറയാറുണ്ട്, പരാതി പോലെ പറയാറുണ്ട്. ഉസ്താദേ, എൻ്റെ കമൻറ്റ് മാത്രം ഉസ്താദ് വായിക്കുന്നില്ല, എൻ്റെ പ്രശ്നത്തിന് ഉസ്താദ് ദുആ ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്കെന്താണ് റിപ്ലൈ തരാത്തത് എന്നൊക്കെ ചില ആളുകൾ വിഷമം കൊണ്ട് അവർ ഇങ്ങനെ എഴുതുന്നുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ, ഓരോ വീഡിയോകൾക്ക് താഴെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ കാണാം എത്രയോ കമൻറ്റുകളാണ്. നമുക്ക് എല്ലാ കമൻറ്റുകൾക്കും ഇങ്ങനെ കുത്തിയിരുന്ന് റിപ്ലൈ തരാനാണെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്കൊക്കെ ഒരുപാട് തിരക്കുകളുള്ളതാണ്. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസമായപ്പോൾ ഒരുപാട് പരിപാടികളും മൗലൂദും, അതുപോലെ തന്നെ ഇപ്പോൾ ഇത് പറയണമെങ്കിൽ ഞാൻ ഒരുപാട് നോക്കി, കിതാബുകളൊക്കെ നോക്കിയിട്ട് വേണം ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. അതിൻ്റെ ഇടയ്ക്ക് കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട് പറ്റുന്നത് പോലെ. പിന്നെ അതിനൊക്കെ ചിലപ്പോൾ റിപ്ലൈ തരാൻ വിട്ടുപോയിട്ടുണ്ടാകും. ചില കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനോ നിൽക്കണ്ട. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആയിലുണ്ടാകും. അതല്ല വേണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ മൊത്തത്തിലെ കാര്യങ്ങൾ ദുആ വസിയത്തായി ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദുആ ചെയ്യുന്നുണ്ട്. ഓരോ ആളുകളുടെ പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. ചില വീഡിയോകളിൽ ഈ ലൈവ് പരിപാടികളിലൊക്കെ ഓരോ ആളുകളുടെ പേര് എടുത്ത് പറഞ്ഞ് അവർ ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ഈ ഒരു 20 മിനിറ്റ് 25 മിനിറ്റത്തെ ചെറിയൊരു പരിപാടിയല്ലേ, ഉള്ള സമയത്ത് നമുക്ക് നല്ല ഇൽമുകൾ കേൾക്കാം, നമുക്കത് പഠിക്കാം, സ്വലാത്തും ദിക്റൊക്കെ പഠിക്കാം. അതിൻ്റെ ഇടയിൽ ഓരോ
ഓരോ ആളുകളുടെ പേര് പറയാൻ നമുക്ക് സമയമില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ എല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞൊക്കെ ദുആ രക്കാം. അല്ലാഹു തആല ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആയുണ്ട്. നമുക്ക് വേണ്ടിയും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടിയും നിങ്ങൾ ദുആ രക്കുക. ഈ വീഡിയോയിൽ മാത്രമല്ല നമ്മൾക്ക് ദുആ വസിയത്ത് പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയുള്ള ദുആ രക്കുന്നത്, അല്ലാത്ത സമയത്തും നമസ്കാരത്തിന് ശേഷം അല്ലാത്ത എപ്പോഴൊക്കെ ദുആ രക്കുന്നു, ആരൊക്കെ അല്ലാഹുവേ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണമെന്ന് എപ്പോഴും എല്ലാ ദുആയിലും ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആരും വിഷമിക്കേണ്ട, നമ്മൾ ദുആ രക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ നമുക്ക് വേണ്ടിയൊക്കെ ദുആ രക്കുക. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. പരിപാവനമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് വെള്ളിയാഴ്ച രാവിലും പകലിലും അതുപോലെ തിങ്കളാഴ്ച രാവിലും പകലിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കർമ്മം, നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അത് സ്വലാത്താണ്. സ്വലാത്തിനെ കവച്ചു വെക്കാൻ മറ്റൊരു അമലുമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നെയാണ് കിട്ടുക എന്ന് നമുക്കൊരു ഉറപ്പില്ല. കാരണം നമ്മൾ ആഖിറത്തിൽ വരുമ്പോൾ നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം പോയി, ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് പോയി, നമ്മുടെ ഹജ്ജ് പോയി, നമ്മുടെ സക്കാത്ത് പോയി. പക്ഷെ ആർക്കും നമ്മൾ വീതിച്ചു കൊടുക്കേണ്ടി വരില്ലാത്ത ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ, ഒരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ നമ്മൾ മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോ സ്വലാത്തിൻ്റെ മഹത്വവും അതിൻ്റെ പ്രത്യേകതയും അത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറയുന്നു, ലൈ യലിജന്നാറ മൻ സ്വല്ലാ അലയ്യ, ഒരാൾ നരകത്തിൽ പ്രവേശിക്കില്ല. എങ്ങനെയുള്ള ആൾ? അവൻ സ്വലാത്ത് നിത്യമാക്കുന്നു, അവൻ സ്വലാത്ത് ചൊല്ലുന്നു. അപ്പോൾ അത്രമാത്രം വലിയ പ്രതിഫലം. ഇനി എന്താ, സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ആഗ്രഹങ്ങൾ സഫലീകരിക്കണോ? സ്വലാത്ത് ചൊല്ലിക്കോ. വിഷമങ്ങൾ മാറണോ? സ്വലാത്ത് ചൊല്ലിക്കോ. സ്വർഗത്തിൽ കടക്കണോ? സ്വലാത്ത് ചൊല്ലിക്കോ. നരകത്തിൽ നിന്ന് മോചനം വേണോ? സ്വലാത്ത് ചൊല്ലിക്കോ. എത്രയാ പ്രതിഫലം എൻ്റെ മുഅ്മിനെ! സ്വലാത്ത് എത്രമാത്രം അല്ലാഹ് ചെയ്യുന്ന അമലാണ്, അള്ളാഹിൻ്റെ മലക്കുകൾ ചെയ്യുന്ന അമലാണ്. അതുപോലെ തന്നെ ജിന്നുകളൊക്കെ ചെയ്യുന്ന വലിയ അമലുകളിൽ ഒന്നാണ് സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ കഴിയുന്തോറും വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ 12ലേക്ക് നമ്മളൊക്കെ അടുക്കാൻ പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ സമയങ്ങളിലേക്ക് നമ്മൾ അടുക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് നമ്മുടെ സ്വലാത്ത് കാണുന്ന ഒരു അവസ്ഥയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ഒരു സ്വലാത്ത് ചൊല്ലിയാലോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിങ്ങനെ ഒരു കിതാബ് ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സംഭവം കണ്ടു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട വലിയ ഒരു മഹാൻ, അദ്ദേഹത്തിന്റെ പേര്, മഹാനവകളുടെ പേര് അബൂബക്കർ ബിൻ മുഹമ്മദ് ബിൻ അലി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്, വലിയ സൂഫിയായ മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. അല്ലാഹു തആല ആ ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ എത്രയോ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് നബിയെ കാണാൻ പറ്റുമോ? കാരണം എത്രയോ ഹറാമ് കണ്ട ആളുകളാണ്. നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് നബിയെ കാണാൻ പറ്റുമോ? നമ്മളെ എത്രയോ മോശത്തരം ചിന്തിച്ചവരാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. മുത്തുനബിയെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. ഇദ്ദേഹം പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ നബിയേ, യാ റസൂലല്ലാഹ്, എനിക്ക് ഈമാനോടുകൂടി മരിക്കണം. എൻ്റെ മരണം അത് ഈമാനോടുകൂടിയാവണം. എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് നന്മയുണ്ടാവണം, ഹൃദയം പ്രകാശിക്കണം. എൻ്റെ ഹൃദയം മരണപ്പെട്ടു പോവരുത്, എല്ലാവരോടും സ്നേഹമുണ്ടാവണം, അനുകമ്പയുണ്ടാവണം. അതുപോലെ എൻ്റെ ഹൃദയത്തിൽ ഈമാൻ നിറയണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എന്ത്? നിങ്ങൾക്ക് 40 പ്രാവശ്യം ഒരു ചെറിയ ദിക്ർ ചൊല്ലാൻ പറ്റുമോ എല്ലാ ദിവസവും? എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഹൃദയം അത് ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്നതാണ്, ഹുസ്നുൽ ഖാത്തിമത്ത്, നല്ല മരണം ഉണ്ടാകുന്നതാണ്. നമുക്കും അതല്ലേ വേണ്ടത്? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മച്ചിമാരും വാപ്പച്ചിമാരും എൻ്റെ സഹോദരിമാര് സഹോദരങ്ങൾ എല്ലാവർക്കും പറ്റുന്നത് പോലെ കുറഞ്ഞത്
പറഞ്ഞത് 40 പ്രാവശ്യം, അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ചൊല്ലാം. പക്ഷെ ഇവിടെ നമുക്ക് അതത് പറഞ്ഞത് 40 ആണ്. 40 തന്നെ ചൊല്ലാം, 39 ആവണ്ട, 41 ആവണ്ട. അതല്ലാത്ത സമയത്ത് നമുക്ക് ഇത് എത്ര പ്രാവശ്യമെങ്കിലും ഓതാം. അപ്പൊ ഇവിടെ ഒരു ദിവസം 40 വട്ടം 40 പ്രാവശ്യം ഒരു ദിക്ർ പറഞ്ഞാൽ ഏതാണ് ആ ദിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. വളരെ സിമ്പിളാണ്, ചെറുതാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത. അല്ലേ? ഹയ്യായ ഖയ്യൂമായ അല്ലാഹ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റഹ്മാനെ, പടച്ചവനെ, നീയല്ലാതെ ആരാധനക്കർഹനില്ല റബ്ബേ എന്ന ഈ ദിക്ർ 40 വട്ടം ചൊല്ലാൻ പറ്റുമോ? എങ്കിൽ നമുക്ക് ഈമാൻ ഉണ്ടാകും, നമുക്ക് നല്ല ഹുസ്നുൽ ഖാത്തിമത്ത്, നല്ല അന്ത്യമുണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ കാര്യം മറന്നു പോവണ്ട. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്ന ഉമ്മമാരുണ്ട്. ഇപ്പോൾ നമ്മൾ 1001 പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയ ആളുകൾ അറിയിക്കാൻ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് ഉമ്മമാർ, വലിയ സന്തോഷമുണ്ട് ഉസ്താദേ, ഞങ്ങൾ 1001 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത്, നിങ്ങൾ പ്രത്യേകം ദുആരക്കണേ എന്ന് ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12ാമത്തെ ദിനത്തിലെ പ്രത്യേകമായ നമ്മുടെ മജ്ലിസിൽ വെച്ച് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. പ്രത്യേകിച്ച് സ്വലാത്ത് ചൊല്ലിയ, ഇപ്പോൾ ഇബ്രാഹിമിയ സ്വലാത്ത് മാത്രമല്ല, അതല്ലാതെ താജു സ്വലാത്തും നാരിയത്തു സ്വലാത്തും അതുപോലെ അറിയാവുന്ന ഒരുപാട് സ്വലാത്തുകൾ ഒരുപാട് പേര് ചൊല്ലിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആരക്കും. അപ്പോൾ അത് ചൊല്ലിയ ആളുകളൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോകൾക്ക് താഴെയുള്ള കമന്റുകളിലൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയാൽ വളരെ ഖൈറാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കും. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കും തോറും സ്വർഗത്തിൽ നമ്മുടെ പദവികൾ ഉയരുമെന്നാണ്. സ്വർഗത്തിൽ ഒരുപാട് പദവികളുണ്ട്. അപ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ആ സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ച് പദവികൾ ഏറിയേറിക്കൊണ്ടിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നൽ അബ്ദ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ഒരു അടിമ, ഒരു മനുഷ്യൻ, ലയസ്അലുൽ ഹാജത, അവനൊരു ആവശ്യം അവൻ അള്ളാഹുവിലേക്ക് ചോദിക്കുകയും, പടച്ചോനെ എനിക്ക് നല്ലൊരു വീട് തരണേ, എൻ്റെ വീട് പണി പൂർത്തിയാക്കണേ, അല്ലെങ്കിൽ എനിക്ക് നല്ല ഹൈറായ മക്കളെ തരണേ, അല്ലെങ്കിൽ എൻ്റെ ജോലി നീ റാഹത്തിലാക്കണേ, അല്ലെങ്കിൽ എൻ്റെ കച്ചവടം നീ നന്നാക്കണേ, എൻ്റെ രോഗങ്ങൾ മാറ്റണേ. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹുലേക്ക് അവൻ ചോദിക്കുന്നുണ്ട്. വലാ യുസല്ലി അലയ്യ അഖിബ സുആലിഹി, അവനത് ചോദിച്ചതിൻ്റെ ഉടനെ അവൻ ആ ദുആയിൽ എൻ്റെ സ്വലാത്ത് അവൻ പറയുന്നില്ല എങ്കിൽ ഫതുർഫഉൽ ഹാജതു അലാ സുഹാബ, ആ ആവശ്യം അല്ലാഹു തആല മേഘങ്ങൾക്കിടയിൽ വെക്കും. എന്നിട്ടോ എപ്പോഴാണോ എനിക്ക് വേണ്ടി അവൻ സ്വലാത്ത് ചൊല്ലുന്നത് അപ്പോഴായിരിക്കും അല്ലാഹു തആല ആ ഒരു ആവശ്യം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ദുആകൾ, നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങളൊക്കെ അല്ലാഹു തആല നമുക്ക് സഫലീകരിച്ച് തരണമെങ്കിൽ ഈ നാവ് കൊണ്ടിങ്ങനെ സ്വലാത്ത് പറഞ്ഞോ, സ്വലാത്ത് ഇങ്ങനെ പറഞ്ഞ് 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 സ്വലാത്തിൻ്റെ ആളായി മാറണം. സ്വലാത്തിൻ്റെ ആളായി, സ്വലാത്തിന് തോന്നണം എന്ത്, ഞാൻ ഇവൻ്റെ ആളാണെന്ന്. അത്രമാത്രം സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. അതിന് പറ്റിയ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് വെള്ളിയാഴ്ചയുടെ ആദാബുകൾ, മര്യാദകൾ എല്ലാം നമ്മൾ പാലിക്കുക, എല്ലാം നമ്മൾ എടുക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇനി ഞാൻ എൻ്റെ ഉമ്മമാർക്കൊക്കെ പറഞ്ഞു തരട്ടെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ? വെള്ളിയാഴ്ച ദിവസത്തെ പറ്റി ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ ദിവസമാണ്. ഒരു മുഅ്മിനിന്റെ പെരുന്നാൾ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം, ഈ പെരുന്നാൾ ദിവസം നമുക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ പറയണം, ഒരുപാട് നമുക്ക് ദുആരക്കണം, ഒരുപാട് ഖുർആൻ ഓതണം. മാത്രമല്ല നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, മഹാനായ അലിയാർ തങ്ങൾ പറയുകയാണ്, മൻ ഒരുവൻ ഖാല യൗമൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ ഒരു മനുഷ്യൻ പറയുകയാണ് 70 മറ, 70 വട്ടം പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു ദുആ പഠിപ്പിച്ചു തരാം. ഈ ദുആ നമ്മളൊരു ദിക്ർ പഠിച്ചു ഇപ്പോൾ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ദിക്ർ പഠിച്ചു. അതോടൊപ്പം തന്നെ ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം. ഈ ദുആ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അലിയാർ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. എന്ത്? അലിയേ, ഒരു വെള്ളിയാഴ്ച നീ 70 പ്രാവശ്യം, നിന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ 70 പ്രാവശ്യം ഒരു ദുആ നീ പറഞ്ഞാൽ അടുത്ത
അടുത്ത ജുമുഅ വരെ നിനക്ക് എല്ലാം മതിയാകുന്നതാണ്. കാരണം നിന്റെ പ്രയാസങ്ങളും കടങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളും അല്ലാഹു തആല ഈ ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നതാണ്. അതായത് അള്ളാഹുവിന്റെ വലിയ സംരക്ഷണം ഉണ്ടാകും. ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം 70 വട്ടം പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച ദിവസം വരെ ഈ ഒരു ദിവസങ്ങൾ, ഈ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി, ആ ഒരു ദിവസം വരെ അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടാകും. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. വളരെ എളുപ്പമുള്ള ഒരു ദുആയാണ്. 70 വട്ടം പറയാൻ വളരെ കുറഞ്ഞ സമയം നമുക്ക് മതി. എന്താണ് ആ ദുആ? ഏതാണ്? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ, നീ എനിക്ക് മതിയാക്കി തരണം. ഹലാൽ കൊണ്ട് നീ എനിക്ക്, ഹലാലായ സമ്പത്ത്, ഹലാലായ ഭക്ഷണം, ഹലാലായ വസ്ത്രം കൊണ്ട് നീ എനിക്ക് മതിയാക്കി തരണം. മറ്റൊരാളുടെ മുന്നിൽ പോയിട്ട് അല്ലാഹുവേ എൻ്റെ ആവശ്യം ഞാൻ പറയേണ്ട ഒരു അവസ്ഥ നീ വരുത്തരുത്. വഗ്നിനി, നീ എന്നെ എന്താക്കണം? ബിഫദ്ലിക, നിന്റെ ഫദ്ല് കൊണ്ട് നീ എന്നെ സമ്പന്നനാക്കണം. അമ്മൻ സിവാക്, മറ്റുള്ളവരുടെ മുന്നിൽ പോയി യാചിക്കുന്ന ഒരു അവസ്ഥ വരുത്തല്ലേ റബ്ബേ എന്ന് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം 70 വട്ടം പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അല്ലാഹു തആല കടത്തെ തൊട്ടും അതുപോലെ തന്നെ മറ്റു ദാരിദ്ര്യം, മറ്റു പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങളെ തൊട്ട് അല്ലാഹുവിന്റെ വലിയ കാവൽ ഉണ്ടാകും. പറയുന്ന സമയത്ത് നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ പറയണം. ഏതാണത്? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റാണ്, മറന്നു പോവല്ലേ. ഇനി എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്ത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്ന്. ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ഒരു സ്വലാത്ത് പറഞ്ഞാൽ അവനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് ഏത് സ്വലാത്തായിക്കൊള്ളട്ടെ. വെള്ളിയാഴ്ച ദിവസത്തെ നമ്മൾ ടാർജറ്റ് ചെയ്താൽ, ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് മതി നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് കാര്യം വളരെ ശ്രദ്ധയോടെ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും കേൾക്കണം. ഇനി പറയാൻ പോകുന്ന കാര്യം നമുക്ക് ഒരുപാട് മഹാന്മാർ അവരുടെ കിതാബുകളിൽ നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. ഒരാള് അവന്റെ വീട്ടിൽ കാവലുണ്ടാവാൻ, അള്ളാഹുവിന്റെ വലിയ സംരക്ഷണം കിട്ടാൻ, റഹ്മത്തിന്റെ മലക്കുകളുടെ കാവൽ കിട്ടാൻ, പിശാചുക്കൾ വീട്ടിലുണ്ടെങ്കിൽ ആ പിശാചുക്കൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവാൻ, അസൂയാലുക്കളുടെ അസൂയിൽ നിന്നുമുള്ള കാവൽ കിട്ടാൻ, അതുപോലെ സിഹർ വെക്കുന്നവരുടെ സാഹചര്യങ്ങളുടെ സിഹറിനെ തൊട്ടുള്ള കാവലുണ്ടാവാൻ, കൊതി വെക്കുന്നവരുടെ കൊതിയെ തൊട്ടു കാവലുണ്ടാവാൻ, എല്ലാ വിപത്തുകളെ തൊട്ടുമുള്ള പ്രത്യേക രക്ഷയുണ്ടാവാൻ ഒരു 10 കാര്യം നമ്മൾ വീട്ടിൽ എഴുതി വെച്ചാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ വലിയ സംരക്ഷണം ഉണ്ടാകും. ഏതാണ് ആ 10 കാര്യം? പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മളുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അല്ലാഹു തആല ലോകത്ത് വേറെ ആർക്കും കൊടുക്കാതെ നബിതങ്ങൾക്ക് മാത്രം കൊടുത്തിട്ടുള്ള 10 മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങൾ ഒരു മനുഷ്യൻ നല്ല നിയ്യത്തോടുകൂടി ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അവൻ വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ വിധത്തിലുള്ള കാവലും നൽകുന്നതാണ്. ഏതാണ് ആ 10 പ്രത്യേകതകൾ? നമുക്ക് തഴവ ഉസ്താദ് അതൊരു പാട്ട് രൂപത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതാണെന്ന് നമുക്ക് കേട്ടാലോ? ഒരു 10 പ്രത്യേകത നബിക്കു പ്രസിദ്ധമാ, സുഹൃത്തുക്കളെ താഴോട്ട് നോക്കിത് വ്യക്തമാ, കോട്ടുവായി നബിക്കില്ലാത്തതാണതിലൊന്ന്, ഇരിക്കാത്തതാണേ ഈച്ച ജസദിൽ വന്ന്. ബാക്കി കേട്ടോ. മുൻഭാഗം പോലെ കാഴ്ച നബിയിൽ പിന്നിലും, അതുപോലെ സ്ഖലനവുമില്ല ഉറക്കിലൊരിക്കലും, ഏതൊരു സദസ്സിൽ നബി ഇരുന്നാൽ പിന്നെ ചുമലവരിലെല്ലാം ഉയരുമെന്ന പൊന്നെ, ഭൂമിക്ക് മുകളിൽ കാണലില്ല മൂത്ര
മൂത്രവും അതുപോലെ ഭൂമി വിഴുങ്ങുമെന്നാ കാഷ്ടവും. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിനുറക്കം ഇല്ല എന്നാ തീരെയും. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ശംസിൽ എന്നതും നബിക്കുണ്ട്. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മക്തൂന, ഇവ പാഠമിട്ടവനെപ്പോഴും മഅ്മൂന. കള്ളന്റെ ഫിത്നയിൽ നിന്നും ഒഴിയും എന്നാ, കൂടാതെ തീഭയവും അവനില്ലെന്നാ. കള്ളന്റെ ഉപദ്രവം വീട്ടിൽ ഉണ്ടാവാതിരിക്കാൻ, അതുപോലെ വീട്ടിൽ തീപിടുത്തം ഉണ്ടാവാതിരിക്കാൻ, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസൂയാലിക്കണ്ട അസൂയത്തൊട്ടുള്ള കാവലുണ്ടാവാനൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള ഈ 10 പ്രത്യേകതകൾ, ഈ 10 മഹത്വങ്ങൾ കാണാതെ പഠിക്കുക. കാണാതെ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ 10 പ്രത്യേകതകൾ എഴുതി സൂക്ഷിച്ചാൽ, വീട്ടിൽ എഴുതി വെച്ചാൽ നമുക്ക് വലിയ സംരക്ഷണം ഉണ്ടാകും. ഇനി ഒരാൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്കിത് വീട്ടിൽ എഴുതി സൂക്ഷിച്ചാലും മതി. ഏതൊക്കെയാണത്? ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ ഭൂമിയിൽ കാണപ്പെടില്ല. നമുക്കൊക്കെ നിഴലുണ്ട് അല്ലേ? ചിലപ്പോൾ നിഴൽ നീളമുള്ളതാവാം, ചിലപ്പോൾ നമ്മളോടൊപ്പം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കാൾ ചെറുതായിരിക്കാം, നമുക്കൊക്കെ നിഴലുണ്ടാകും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഇല്ലായിരുന്നു. അത് നബി തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ലോകത്ത് വേറെ ഒരു മനുഷ്യനുമില്ല ആ പ്രത്യേകത. ഇതൊന്നാമത്തേത്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മലമൂത്ര വിസർജനം ഭൂമിയിൽ കാണപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയെങ്കിലും ഒന്ന് മൂത്രിച്ചു കഴിഞ്ഞാൽ സ്വഹാബിമാർ വന്ന് അവിടെ നോക്കും, പക്ഷെ ഒരടയാളം അവിടെ ഉണ്ടാവൂല എന്നാണ്. ഒരടയാളം അവിടെ ഉണ്ടായിരുന്നില്ല. ഭൂമി അത് വിഴുങ്ങുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഇത് നബി തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കില്ല. ഇന്ന് എൻ്റെയും നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ എത്ര പ്രാവശ്യം ഈച്ച വന്നിരുന്നു? നമ്മുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കും, അത് ചിലപ്പോൾ നജസിൽ പോയിരിക്കും, വീണ്ടും നമ്മുടെ ശരീരത്തിൽ വരും, ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ വന്നിരിക്കും അല്ലേ? എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ വന്നിരിക്കാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഒരിക്കൽ പോലും ഈച്ച വന്ന് ഇരുന്നിട്ടില്ല. ഇത് നബി തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. നാലാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഒരിക്കൽ പോലും നബി തങ്ങൾക്ക് സ്വപ്നത്തിൽ സ്ഖലനം സംഭവിച്ചിരുന്നില്ല. ഇപ്പൊ പ്രായപൂർത്തിയാകുന്ന ആൺകുട്ടികൾ, അതുപോലെ പെൺകുട്ടികൾ, അവർക്ക് പ്രായപൂർത്തിയായി എന്ന് അറിയിക്കുന്ന ഒരുപാട് അടയാളങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു അടയാളമാണ് ഉറക്കത്തിൽ സ്ഖലനം സംഭവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അഞ്ചാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും കോട്ടവായിട്ടിട്ടില്ല. തുമ്മുക എന്ന് പറഞ്ഞാൽ മിനല്ലാ, അത് അല്ലാഹുവിൽ നിന്നാണ്. ഒരു മനുഷ്യൻ തുമ്മിക്കഴിഞ്ഞ് ഉടൻ തന്നെ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞാൽ 70 രോഗങ്ങളെ തൊട്ട് അള്ളാഹു അവനെ തടയുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണേ. പിന്നെ കോട്ടുവായിരുന്ന സമയത്ത് ഇടത്തെ കൈയിൻ്റെ ഈ പുറം ഭാഗം കൊണ്ട് നമ്മൾ അടച്ചു വെക്കുക എന്നാണ്. നിസ്കാരത്തിലാണെങ്കിൽ അത് കടിച്ചു പിടിക്കണമെന്നാണ്. വെറുതെ എന്ന് പറഞ്ഞ് ഇങ്ങനെ തുറന്നു വെക്കാൻ പാടില്ല. കാരണം അത് മിനശ്ശൈത്വാൻ, കോട്ടുവ ശൈത്വാനിൽ നിന്നുള്ളതാണ്. കോട്ടുവ ഇട്ട് കഴിഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയണം. തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയണം. ഇത് പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും കോട്ടുവ ഇട്ടിട്ടില്ല. ആറാമത്തേത്, നബി തങ്ങളെ കാണുമ്പോൾ മൃഗങ്ങൾ ഒരിക്കലും ഓടിപ്പോവില്ല. നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ പൂച്ച ഓടും, അല്ലെങ്കിൽ കാക്ക ഓടും അല്ലേ, ഇത് പട്ടി ഓടും. പക്ഷെ നബിയെ കാണുമ്പോൾ ഒരു മൃഗവും പോവില്ല, അവിടെ തന്നെ നിൽക്കും. കാരണം അവരിലേക്കും കൂടി അയച്ച ആളാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തെ ജനിച്ചപ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടായിരുന്നു. ചില സ്ഥലത്ത് മാർക്കം എന്ന് പറയും. ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടായിരുന്നു. എട്ടാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ മാത്രമേ ഉറങ്ങാറുള്ളൂ, ഹൃദയം ഉറങ്ങാറില്ല. നബി നല്ല ഉറക്കത്തിലാണ്. പക്ഷേ ഉറക്കത്തിലാണെങ്കിലും ചുറ്റും നടക്കുന്ന കാര്യമൊക്കെ നബി തങ്ങൾക്ക് അറിയാമായിരുന്നു. അള്ളാഹു അറിയിച്ചു കൊടുക്കും. അത് എട്ടാമത്തെ പ്രത്യേകത. ഒൻപതാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കണ്ണുകൊണ്ട് മുന്നിലുള്ളത് കാണാൻ പറ്റുന്നത് പോലെ പിറകിലുള്ളതും കാണാൻ പറ്റുമായിരുന്നു. നമുക്ക് ഈ കണ്ണുകൊണ്ട് ഈ സൈഡിൽ അല്ലേ നോക്കുന്നത് ഏതു ഭാഗത്തേക്കാണോ അവിടെ നമുക്ക് കാണാൻ പറ്റൂ. പക്ഷേ നബിക്ക് നേരെ കാണുന്നത് പോലെ തന്നെ പിറകിലും
എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് നിമിതങ്ങൾക്ക് കാണാം. അതായത് പിറകിൽ കണ്ണുണ്ട് എന്നല്ല, പക്ഷെ അള്ളാഹു തആല അറിയിച്ചു കൊടുക്കുന്നതാണ്. 10ാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ നബിയുടെ ചുമല് ഉയർന്നു കാണുമായിരുന്നു. ഇരിക്കുമ്പോൾ നബി തങ്ങൾ വലിയ പൊക്കമുള്ള ആളൊന്നുമല്ല, പൊക്കം തീരെ കുറഞ്ഞ ആളുമല്ല, ഒരു മീഡിയം ലെവലാണ്. പക്ഷെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരേക്കാളും ചുമലിങ്ങനെ ഉയർന്നിരുന്നു. അത് നബി തങ്ങളുടെ പ്രത്യേകതയാണ്. ഇത് ഒരുപാട് കിതാബുകളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിതിവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുക്കാം. ഇത് മലയാളത്തിലും അതുപോലെ തന്നെ പറ്റുന്ന രൂപത്തിൽ മലയാളത്തിൽ എഴുതി വെക്കുക. ഇനി പറ്റുന്നവർ അറബിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അറബിയിലും പറ്റുമെങ്കിൽ, നിർബന്ധമില്ല, പറ്റുമെങ്കിൽ അറബിയിലും എഴുതി സൂക്ഷിച്ചാൽ, മലയാളത്തിലും അറബിയിലും. ഇനി അറബി നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ മലയാളത്തിൽ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങളൊരു പേപ്പറിലേക്ക് ഈ ഒരു മലയാളം, പറ്റുമെങ്കിൽ അറബി എഴുതി സൂക്ഷിക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 പ്രത്യേകതയാണ്, 10 മഹത്വങ്ങളാണ്. ഇത് എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്കേസിലോ അല്ലെങ്കിൽ പേഴ്സിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് വെക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് നിസ്കാരമില്ലാത്തവർക്ക് എഴുതാമോ? എഴുതാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ഖുർആൻ ആയത്തൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്കും എഴുതാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് എഴുതി നിങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വീട്ടിൽ വെച്ചാൽ വലിയ ഖൈറുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണ് നിറയെ കാണാൻ, നബി തങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ പറയാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും വലിയ ഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. 1, സ്വലാത്ത് ചൊല്ലണേ, സ്വലാത്തിന്റെ മഹത്വങ്ങൾ, അതിന്റെ നേട്ടങ്ങൾ. പ്രത്യേകിച്ച് ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന വമ്പൻ മഹത്വങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് ഒരു മഹാന് പഠിപ്പിച്ചു കൊടുത്ത ചെറിയ ഒരു ദിക്ർ ഉണ്ട്. ആ ദിക്ർ 40 പ്രാവശ്യം ഇന്ന് മഗ്‌രിബിന് മുമ്പ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ എങ്കിൽ ജീവിതം വിജയിച്ചു. ആ ദിക്ർ ഏതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അലിയാരി തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആയുണ്ട്. ആ ദുആയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ദുആ പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ വലിയ കാവലുണ്ടാകും. അതുപോലെ തന്നെ 4ാമതായി നമ്മൾ പഠിച്ചത് ഒരുപാട് മഹത്വങ്ങൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള ഒരു 10 പ്രത്യേകതയുണ്ട്. ആ 10 പ്രത്യേകതകൾ നമ്മൾ എഴുതി വീട്ടിൽ സൂക്ഷിച്ചാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ടി വരില്ല, എല്ലാവിധ ഖൈറും ഉണ്ടാകും. അപ്പോൾ 4 കാര്യങ്ങളാണ് പഠിച്ചത്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറും സലാമത്തും ബറക്കത്തും നൽകുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലി ഒരുപാട് നമ്മൾ ദുആരക്കേണ്ട സമയങ്ങളിലൂടെയാണ് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.